നിയന്ത്രണം കാറ്റിൽ പറത്തി സിപ്പ് ലൈൻ പ്രവർത്തിപ്പിച്ചത് നടപടിയുണ്ടായിരിക്കുന്നു. എം ലംബോദരന്റെ സിപ്പ് ലൈൻ ഇടുക്കി ജില്ലാ ഭരണകൂടം പൂട്ടിച്ചു. ഓറഞ്ച് അലർട്ട് ദിവസത്തെ നിരോധന ഉത്തരവ് മറികടന്ന് പ്രവർത്തിച്ചതിനാണ് നടപടി. മുൻമന്ത്രിയും CPM നേതാവുമായ MM മണിയുടെ സഹോദരനാണ് M ലംബോദരൻ. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, അതായത് ഈ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ വലിയ നിരോധനമുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് അവിടേക്ക് ഇതൊക്കെ തുറന്നു വെക്കുകയും അവിടേക്ക് ആളുകൾ ചെല്ലുകയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കൂട്ടമായി അത് ബാധിതരാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്. M ലംബോദരന്റെ പേരിൽ ആദ്യത്തെ ആരോപണവുമല്ല. അപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് തുറന്ന് പ്രവർത്തിപ്പിച്ചത്? മാധു, ദുരന്ത നിവാരണ നിയമം ലംഘിച്ചതിനാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഈ ടൂറിസം മേഖലയിലടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ പേരിൽ ഈ നിയന്ത്രണങ്ങളൊന്നും തന്നെ ബാധിക്കില്ല എന്നൊരു ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇരുട്ടുകാലത്തുള്ള ഈ സിപ്പ് ലൈൻ തുറന്ന് പ്രവർത്തിച്ചത്. ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്ന 3-ാം തീയതിയാണ് ഇരുട്ടുകാലത്തുള്ള ഈ സിപ്പ് ലൈൻ തുറന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ തുറന്ന് പ്രവർത്തിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സിപ്പ് ലൈൻ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ MM ലംബോദരന്റെ ഭാര്യയുടെ പേരിലുള്ള ഇരുട്ടുകാനത്തുള്ള ഈ സിപ്പ് ലൈൻ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത്. മധു സൂചിപ്പിച്ച പോലെ തന്നെ MM ലംബോദരന്റെ പേരിൽ നേരത്തെയും പല വിധത്തിലുള്ള ആരോപണങ്ങളും കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഇതേ സിപ്പ് ലൈൻ തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള ദുരന്ത സാഹചര്യത്തിൽ തുറന്ന് പ്രവർത്തിച്ചതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും താൽക്കാലികമായി അടച്ചുപൂട്ടുകയും ചെയ്തതാണ്. പക്ഷേ അതൊന്നും ഗവനിക്കാതെയാണ് 3-ാം തീയതിയും തുറന്ന് പ്രവർത്തിച്ചത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ നിരോധനമുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഇരുട്ടുകാലത്തുള്ള ഈ സിപ്പ് ലൈൻ തുറന്ന് പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും മാറിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സർക്കാരൊക്കെ മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സിപ്പ് ലൈനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. M ലംബോദരന്റെ ഭാര്യയുടെ പേരിൽ അടിമാലി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ സിപ്പ് ലൈന് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ കണ്ണിൽ ആദ്യം മുടക്കുന്ന ഒരു സിപ്പ് ലൈൻ കൂടിയാണ് ഇരുട്ടുകാലത്ത് പ്രവർത്തിക്കുന്ന, റോഡരികിൽ പ്രവർത്തിക്കുന്ന ഈ സിപ്പ് ലൈൻ. അതിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മാധു, ഈ ദുരന്ത നിവാരണ നിയമം ലംഘിച്ചു എന്നതിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ മുഴുവൻ ഈ പ്രളയവും ഇടയ്ക്കുള്ള കനത്ത മഴയും അതിന്റെ കൂടി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും തുറന്ന് പ്രവർത്തിപ്പിക്കരുത് എന്ന നിർദ്ദേശമുണ്ട്. അത് ലംഘിക്കാൻ എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അറിയുകയും ചെയ്യാം എങ്ങനെയാണ് ആ ധൈര്യം ഉണ്ടാകുന്നത് എന്നുള്ളത്. എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു.